ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഗൂഡല്ലൂർ മുന്തിരിപ്പാടം. ഇവിടെ നമ്മുടെ കേരള മീൽസും എല്ലാം കിട്ടുന്നൊരു കടയുണ്ട്. ഞാൻ അവിടെ കയറി. പക്ഷെ ഞാൻ മേടിച്ചത് കേരള മീൽസ് അല്ല, നല്ല തമിഴ്നാടിൻ്റെ പൊന്നിയരി ഉണ്ടോ. ഇതിൻ്റെ അകത്ത് സ്പൂൺ എടുക്കാവേ. പൊന്നിയരി എനിക്കത് ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അത് മേടിച്ചത്. അതിൻ്റെ കൂടെ ഇതുണ്ടോ വലിയ പപ്പടം കേട്ടോ, ചോറല്ല, വലിയ പപ്പടം. ഇത് കണ്ടോ, നിങ്ങളുടെ അവിടുത്തെ ചുണ്ടങ്ങയില്ലേ, ചുണ്ടക്ക, അതാ ഇവിടെ എന്തോ ഏതാണ്ടൊന്ന് പറയും, വത്തക്കായ അങ്ങനെ കണ്ടത് പറയും. ആ ചുണ്ടങ്ങ നമ്മുടെ കാട്ടിക്കൂടെ നടക്കണം. പക്ഷെ അത് നല്ലതാണ്, അത് കറിയാക്കിയത്. തീരെയും പരിപ്പും എല്ലാം കൂടെ ഇട്ട് കയറുക, അത് നല്ലത്. പിന്നെ കുമ്പളങ്ങ, സാമ്പാർ, രസമില്ലാതെ വരുന്നത്. ഇത് നമ്മുടെ മോര്, ഇത് ലാസ്റ്റ് കഴിഞ്ഞ കേസരി. അപ്പം ഞാനിവിടെ പെപ്പർ ചിക്കൻ ഓർഡർ ചെയ്ത്, ഒരു പെപ്പർ ചിക്കനാണ് കേട്ടോ. അങ്ങനത്തെ പ്ലേറ്റിലൊക്കെ അതിൻ്റെ അളവിൽ ഒരു വാഴയില, അതൊരു രസമാണ്. ആ വാഴയിലയിലും ഞാൻ ഇതിൻ്റെ അകത്ത് എനിക്ക് പറ്റിയ രസമാണ് ഇഷ്ടം. ഞാൻ ആ രസം ഒന്ന് വെച്ച് നോക്കട്ടെ. സൂപ്പർ. ഈ മറ്റേ പരിപ്പ് കൂടി ഞാനിപ്പോൾ ആൾക്കാരെ ചോദിച്ചു, മറ്റേ ഗീയും പരിപ്പൂടിയും ഉണ്ടോ, അത് നല്ല വെച്ച് കഴിക്കും. എന്താ നമുക്ക് അങ്ങനെ വെച്ച് കഴിക്കാവേ. പരിപ്പ് പൊടി അങ്ങനെ ഒന്ന് കഴിച്ച് നോക്കട്ടെ. പരിപ്പ് പൊടി ഇടാം, ഇച്ചിരി ഗീ ഒഴിക്കാം. ആ നെയ്യുടെ ആ പരിപ്പിൻ്റെ എല്ലാത്തിൻ്റെ പൊടിയുടെ ചോറും ചുറ്റും ടച്ച്. ഓക്കെ, ഇനി കഴിച്ചിട്ട് കാണാം. സാർ മുന്തിരിപ്പാടത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറി നോക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒത്തിരി ആക്ടിവിറ്റീസൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് പോയി നോക്കിയിട്ട് വരാം. വാ. ഇപ്പോൾ ഈ കയറുന്നിടത്ത് തന്നെ ഇത് കണ്ടോ, അരുളിച്ചെടിയുടെ പിങ്ക് ആൻഡ് വൈറ്റ്. അതെന്ത് ഭംഗിയാന്ന് നോക്കിയ. അതുപോലെ തന്നെയുണ്ടല്ലോ സാധാ കൊട്ട ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അത് ബൾബ് ഇട്ടേക്കും. അത് വൈകിട്ടാകുമ്പോൾ നല്ല രസമാണ്. ഇവിടെ സൈക്ലിങ് അഡ്വഞ്ചർ ഹൈ റോപ്പൊക്കെ ഉണ്ട്. അതിന് സൈക്ലിങ്ങിന് വന്ന് 100 രൂപയാണ് വാങ്ങുന്നത്. പിന്നെ അഡ്വഞ്ചർ ഹൈ റോപ്പിന് വന്ന് 400 രൂപയാണ് വാങ്ങുന്നത് കേട്ടോ.
ഇപ്പം നമ്മൾ മുന്തിരിത്തോപ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞാനിവിടെ അക്കായോട് ചോദിച്ചു ഇപ്പോൾ ഇതിൻ്റെ സീസൺ എന്നാണ്. അപ്പം മുന്തിരിക്ക് അങ്ങനെ സീസൺ ടൈമേ ഇല്ലെന്നാണ് പറയുന്നത്. എപ്പോൾ വന്നാലും മുന്തിരിയുണ്ട്. അപ്പം ഇവർക്ക് ഏപ്രിൽ മെയ് മാസമാണ് ഇവിടെ ആൾ കൂടുതലുള്ളത്. അപ്പോഴാണ് ഫ്ലെമിംഗോ, ഇതൊരു ഫ്ലെമിംഗോ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. കൂടുതലായിട്ട് മലയാളികളാണ് വരുന്നത്. അത് കാരണം ഫസ്റ്റ് തന്നെ അവരുടെ തമിഴ് ലാംഗ്വേജ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ മലയാളമാണ് എഴുതിയേക്കുന്നത്. അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് അതിൻ്റെ തന്നെ പിക്ചറും കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പറിച്ചാൽ 500 രൂപ പിഴയാണ്. പക്ഷേ ഇതൊക്കെ ഒരു ഫ്രീ എൻട്രി ആകും കേട്ടോ. ഇതിനൊക്കെ ഒരു 5 രൂപ വെച്ച് പാസ് മേടിച്ചെന്ന് പറഞ്ഞാലും നല്ല പൈസ കിട്ടിയാണ്. അതുപോലെ ജനങ്ങളുണ്ട്. പക്ഷെ അവർ ഫ്രീ ആയിട്ടാണ് കയറ്റുന്നത് കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.